നമസ്കാരം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് അവാസ്തവമാണ്. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ലെന്നും ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിലപാട് മയപ്പെടുത്തി. മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് ദീപിക മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ഷോൺ ജോർജ് BJP, ശ്രീ അലി അക്ബർ SYS, ശ്രീ ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം, ശ്രീ അമീൻ ഹസൻ അഭിഭാഷകൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഷൈജു ആന്റണി. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡ്രസ് കോഡ് സ്വീകരിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. യൂണിഫോം തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. പക്ഷേ ആ യൂണിഫോമിന്റെ കൂടെ ഒരു കുട്ടി തട്ടം കൂടി ഇട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കുട്ടി തട്ടമിട്ട് വന്നാൽ ഈ സ്കൂളിന്റെയോ കോളേജിന്റെയോ ഒക്കെ മാനേജ്മെന്റ് ഇത്രയും റിജിഡ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? അഭിലാഷ് വളരെ നിസ്സാരമായി ഒരു യൂണിഫോമിനെ കരുതുമ്പോൾ അഭിലാഷിന് തന്നെ അറിയാം, യൂണിഫോം എന്ന് പറയുന്ന ഒരു സാധനം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ യൂണിഫോമിന് ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്. അത് അഭിലാഷിന് തന്നെ അറിയാം. നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ കണ്ടാലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആർമിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും യൂണിഫോം എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം തന്നെയാണ്. അതിനകത്ത് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി വളരെ സിമ്പിളായൊരു കാര്യം ചോദിക്കട്ടെ. ഇത് യൂണിഫോം ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിനകത്ത് ഒരു സ്വന്തം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അനുവാദമില്ലേ? എൻ്റെ സ്ഥാപനം, ഞാൻ നടത്തുന്ന എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ നാളെ തൊട്ട് മുണ്ടുടുത്തേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നാളെ തൊട്ട് വരണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണാൻ കഴിയും. ശരിയാണ്, സർക്കാർ സ്ഥാപനമല്ല, പ്രൈവറ്റ് സ്ഥാപനമാണ്. പക്ഷേ ഇൻക്ലൂസീവായി സ്ഥാപനം നടത്താനുള്ള ബാധ്യത വിദ്യാലയങ്ങളുടെ കാര്യത്തിലില്ലേ? ഇപ്പോ യൂണിഫോമിന്റെ കാര്യം യൂണിഫോമിന്റെ കാര്യം ഇപ്പോ സിഖ് ടർബൻ ധരിക്കുന്ന സേനാ മേധാവിമാരടക്കമുള്ള എത്രയോ സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. താങ്കൾ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇതേപോലെ ഹിജാബ് അല്ലെങ്കിൽ ഈ തല മറയ്ക്കുന്ന വസ്ത്രം യൂണിഫോമിലിട്ട എത്രയോ കോളേജുകളും സ്കൂളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് സ്കൂളുകളുണ്ട്. എന്തിനിപ്പോ ഒരു കന്യാസ്ത്രീ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, യൂണിഫോം ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കോളേജിൽ അഡ്മിഷൻ നേടിയാൽ അവർ കന്യാസ്ത്രീ വേഷത്തിൽ തന്നെയല്ലേ അവിടെ പഠിക്കാൻ പോവുക? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ടർബനിട്ട് ധരിക്കാനായിട്ട് യൂണിഫോമിൽ ഡിസ്പെൻസേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. തല മറയ്ക്കാൻ അനുവാദം ഡിസ്പെൻസേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതെല്ലാം ആ സ്ഥാപനം നടത്തിപ്പുകാരല്ലേ ചെയ്യുന്നത്. കന്യാസ്ത്രീമാരുടെ വേഷത്തിൽ വരാൻ അനുവാദമുള്ളിടത്ത് അങ്ങനെ ചെയ്യാം, ആയിക്കോട്ടെ. പക്ഷെ ബേസിക്കലി ഒരു സ്ഥാപനം, ഇപ്പം മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഒരു കോഡില്ലേ, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇവിടെയൊന്നും അല്ല. ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെയല്ല. ഇത് ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല. ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്കൂളിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേ സംഭവം ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ആസൂത്രിതമായൊരു നീക്കമുണ്ടായി. അവിടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 4-5 കൊല്ലം മുമ്പ് ആലുവയിലെ ഒരു സ്കൂളിൽ ഇതേ വിഷയമുണ്ടായപ്പോൾ ആ വിഷയമുണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ വന്നത് SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ്. അവരവിടെ വന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആലുവ ടൗൺ ഹാളിൽ ആ സ്കൂളിനെതിരെ വലിയ ഒരു മുന്നേറ്റം സംഘടിപ്പിച്ചു, വലിയൊരു പൊതു സദസ്സ് സംഘടിപ്പിച്ചു. എന്നിട്ട് ആ സ്കൂളിനെതിരെ വലിയ പ്രചാരണം നടത്തി. അങ്ങനെ വലിയ പ്രചാരണം നടത്തുകയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. അതേ സമാനമായൊരു വിഷയത്തിൽ ഇവിടെ ഒരാൾ വന്നിങ്ങനെ ചോദിക്കുന്നു. ചോദിച്ചതിൻ്റെ തൊട്ടു പുറകെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇവിടുത്തെ തൃപ്പൂണിത്തുറ മണ്ഡലം ഭാരവാഹിയാണെന്നും പറഞ്ഞ് കുറച്ച് പേര് സ്കൂളിലേക്ക് വരുന്നു. അപ്പം ഇതെല്ലാം ആസൂത്രിതമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് എന്താണെന്നറിയാം, നമ്മളെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഓപ്പറേഷൻ ചുണ്ടൂർ വിശദീകരിച്ച ഒരു കേണൽ, ആ കേണൽ തലയെ തട്ടോട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയ ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അത്തരമൊരു കാലത്തേക്ക് നമ്മൾ പോകണമോ വേണ്ടയോ എന്നുള്ളതാണ്. അഭിലാഷ്, ഞാൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്
കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രസിദ്ധമായൊരു എഞ്ചിനീയറിംഗ് കോളേജ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്നതാണ്. അവിടെ തലയിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുണ്ട്. അവർ എഞ്ചിനീയറിംഗ് കോളേജിലെ മാനേജ്മെൻറ്റ് അത് പെർമിറ്റഡ് അല്ല, പക്ഷേ അവരത് കണ്ണടച്ച് അവരവിടെ പോകുന്നു. പിന്നീട് തൊട്ട് പുറകെ വരുന്ന അടുത്ത ആവശ്യം എന്താണെന്നറിയാം? എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം. ഒരു വലിയ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ അവിടുത്തെ കോളേജിൽ ചെന്നിട്ട് ആവശ്യപ്പെട്ടത് എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം. അതിൻ്റെ കാരണം എൻ്റെ മകൾ ഹാഫ് സ്ലീവ് ഇട്ടാൽ മകളുടെ കൈ പുറത്തുള്ളവർ കാണും, അത് കാണുന്നത് വലിയ ലൈംഗിക ചേഷ്ട ഉണ്ടാക്കും എന്ന് ചിന്തിക്കുന്ന മനുഷ്യരിവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം. പെർമിഷൻ കൊടുത്തില്ല, അവർ വിട്ടുപോയി. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് അടുത്ത സ്ഥലത്ത് ആവശ്യമുണ്ടായത് എന്താണ്? തട്ടമിടാൻ അനുവാദം കൊടുത്തപ്പോൾ തൊട്ടു പുറകെ വരുന്നു, എനിക്ക് ഹിജാബ് ധരിക്കണം, അടുത്തതിന് മുഖം മൂടി വരണം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞത് ഇതിനെ അത്ര നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ കാണാൻ പാടില്ല. ഇതങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സ്ഥാപനം നടത്തുന്നയാൾക്ക് ആ സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് അതിന് ഡിസ്പെൻസേഷൻ കൊടുക്കണമെങ്കിൽ അവർ കൊടുക്കട്ടെ. എന്തിനാണ് പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് വന്നിട്ട് ഇയാൾക്ക് ഇന്നതുപോലെ ഡിസ്പെൻസേഷൻ കൊടുക്കണം, ഇന്നതുപോലെയേ നിങ്ങൾ സ്ഥാപനം നടത്താൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമല്ല. അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് അടുത്തൊരു പ്രസ്താവന ഇറക്കിയത്? ഇനി എന്തിനാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നത്? എന്താണെന്നറിയാമോ? ഇത് കൃത്യമായൊരു ഹിഡൻ അജണ്ടയാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കുട്ടികൾ പഠിക്കണ്ട, മുസ്ലിം കുട്ടികൾ പഠിക്കണ്ട. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കട്ടെ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കട്ടെ. ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കാൻ, ഡിവൈഡ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ആസൂത്രിതമായ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പുറകിലുണ്ട്. ശരി, അതാണ് താങ്കളുടെ ആരോപണം. അങ്ങനെ ഓരോരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരവരുടെ സ്ഥാപനങ്ങളിൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത് അത് ഒരു തരത്തിലുള്ള ഗെറ്റോയിസേഷൻ ഉണ്ടാക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അലി അക്ബർ, ഇപ്പോൾ ഈ സെന്റ് റീത്ത സ്കൂളിൽ അവിടെ ഡ്രസ് കോഡുണ്ട്. അത് അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ആ ഡ്രസ് കോഡും അതുമായി ബന്ധപ്പെട്ട മാനുവലും രക്ഷകർത്താക്കളോട് വിശദീകരിക്കാറുണ്ട്. അത് സാധാരണ നടപടിക്രമമാണ്. ആ സ്കൂളിലെ റൂൾ അങ്ങനെയാണ്. അത് കുറേ കാലമായി അങ്ങനെയാണ്. അവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വേറെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം ഒരു കുട്ടി ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നു. കഴിഞ്ഞ 5 മാസവും ആ കുട്ടി തട്ടമിടാതെ അല്ലെങ്കിൽ ഹിജാബ് ഇടാതെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം തട്ടമിട്ട് വന്നു. അപ്പോൾ ആ അധികൃതർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവരുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി ഇതാണ് ഞങ്ങളുടെ മാനുവൽ എന്ന് വിശദീകരിച്ചു. അവർ തിരികെ പോകുന്നു, കൺവിൻസ്ഡായി തിരികെ പോകുന്നു. പിറ്റേ ദിവസം SDPIയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു. സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അങ്ങനെ ഒരു പ്രതിഷേധം നടന്നതിനെ തുടർന്ന് അവർക്ക് 2 ദിവസം ആ സ്കൂൾ അടച്ചിടേണ്ടി വരികയാണ്. അപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി ആ സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്തതിന് ശേഷം 5 മാസം കഴിഞ്ഞ് ഒരു പുതിയ ആവശ്യവുമായി വരിക, അതിൻ്റെ പിന്നാലെ ഒരു പ്രതിഷേധം ഉണ്ടാവുക, ഒരു സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ അത് മോശമായി ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിസ്സാരമായി എടുക്കാവുന്നതാണോ? നമ്മുടെ പൊതു സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ വഷളാക്കുന്ന സമീപനമല്ലേ ഇത്? എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഈ കാര്യത്തിൽ SDPIയുടെ നിലപാടുണ്ടോ? ഒന്ന് താങ്കൾ മ്യൂട്ടാണ്, മൈക്കൊന്ന് ഓണാക്കിയാലേ കേൾക്കും. അലി അക്ബർ, ഓക്കെ, അങ്ങ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അമീൻ ഹസൻ, ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഭവം ഞാനിപ്പോൾ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ വിശദീകരിച്ചു. സ്വാഭാവികമായും ഒരു സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിന് ഇങ്ങനൊരു നിയമാവലി ഉണ്ട് എങ്കിൽ ആ നിയമാവലി പാലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണല്ലോ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക. ഈ കാര്യത്തിലെ മാനേജ്മെൻറ്റുകളുടെ അവകാശം സംബന്ധിച്ച് നിലവിൽ കോടതി വിധികളുണ്ട്. ഇതിനപ്പുറത്ത് വ്യക്തി അവകാശമാണ് വലുത് എന്ന ഒരു കോടതി വിധി വരാത്തിടത്തോളം കാലം ഇപ്പോൾ ഉള്ള നിയമം അങ്ങനെയാണ് എന്നിരിക്കെ അവിടെ അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ശരിയായ നടപടിയായിപ്പോയോ? എന്താണ് താങ്കളുടെ അക്കാര്യത്തിൽ അഭിപ്രായം? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു കോടതി വിധിയെ ഊന്നിയിട്ടല്ല ഈ സംവാദം മുന്നോട്ട് പോകേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ശ്രീ ഷൈജു ആൻ്റണിയോട് ഉള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഈ ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ തന്നെ സാധാരണ നിലയിലുള്ള അദ്ദേഹം വളരെ സെക്കുലറായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച
തരത്തിലുള്ള ഒരു പോളറൈസ്ഡായി എക്സാജറേറ്റഡായി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം അങ്ങനെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ പോളറൈസ് ചെയ്യണോ? ആദ്യം പറഞ്ഞ പലതും വസ്തുതാപരമല്ല, പലതും സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലാർജർ പിക്ചറിൽ നിയമപരമായിട്ടും രാഷ്ട്രീയമായി നമ്മളിതിനെ കാണണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, കർണാടകയിലെ ഹിജാബ് ബാനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസ് നടന്ന സന്ദർഭത്തിൽ നടന്നിട്ടുള്ള വാദങ്ങളും ആ കാര്യത്തിൽ സുപ്രീം കോടതിയിലുണ്ടായിട്ടുള്ള ഭിന്നാഭിപ്രായമുള്ള വിധിന്യായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പൊസിഷൻ എടുക്കാൻ, തീരുമാനം എടുക്കാനല്ല, നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കണം എന്ന കാര്യത്തിൽ ഒരു പൊസിഷൻ എടുക്കാൻ സ്വീകരിക്കാവുന്ന രണ്ട് വഴികൾ. ഒന്ന്, ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഹിജാബ് നിരോധിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെയും അസംബന്ധം എന്ന് പറയാവുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയെ കൂടെ പക്ഷത്ത് നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ തലയിൽ ഒരു കഷ്ണം തുണിയിട്ടാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്ന് തുടങ്ങി അതിശക്തമായി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഉൾക്കൊള്ളലിനെ കുറിച്ച്, ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ച്, നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ നിലപാടിനൊപ്പം നമുക്ക് നിൽക്കാം. ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ നിലപാടാണ് ഇന്ത്യൻ സെക്യുലറിസത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് എന്നാണ്. ഇത് കേവലമായ ഒരു പൊതു കോളേജുകളിൽ ഹിജാബ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുപ്രീം കോടതിയിൽ ആ കേസ് എത്തിയിട്ടുള്ളത്. കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ അപ്പീൽ എന്നുള്ള നിലയിൽ അത് ലാർജർ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ട്. രണ്ട് ജഡ്ജിമാർ രണ്ട് വിധി പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജിയെ അവലംബിക്കുക എന്നുള്ളതല്ലാതെ അത് ലോ ഓഫ് ദ ലാൻഡ് ആവില്ല. പക്ഷേ ഈ വിഷയം തന്നെ, അതായത് ഈ സ്കൂളുകളിലെ, പ്രൈവറ്റ് സ്കൂളുകളിലെ കുട്ടികളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് കേരളത്തിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഒരു ഉത്തരവുണ്ട്. തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥിനികളുടെ പിതാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് അന്ന് കോടതി പറഞ്ഞത് എന്താ? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞത് എന്താ? സ്കൂളിലെ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ബാധകമായ ഡ്രസ് കോഡ് നിലവിലിരിക്കെ മറ്റു വേഷത്തിലെത്തുന്നവരെ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്കൂൾ അധികൃതരാണ്. തട്ടവും ഫുൾ കൈ ഷർട്ടും ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതരോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല. തുടങ്ങി വസ്ത്രധാരണം സംബന്ധിച്ച് വ്യക്തികൾക്ക് സ്വന്തം ആശയം പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഈ അവകാശം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഭരണനിർവഹണ കാര്യങ്ങളിൽ ഇതേ സ്ഥാപനങ്ങൾക്ക് സമാനമായ അവകാശമുണ്ട്. തുടങ്ങി സമൂഹത്തിന്റെ വിശാല താല്പര്യം സംരക്ഷിക്കാൻ കോടതികൾ ബാധ്യസ്ഥമാണ് എന്ന പോയിന്റിൽ അവസാനിക്കുകയാണ്. 25-ാം അനുച്ഛേദ പ്രകാരമുള്ള മൗലിക അവകാശം എന്നുള്ളത് ആപേക്ഷികമാണ്. സ്ഥാപനത്തിന് അവരുടെ ഡ്രസ് കോഡ് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അസന്നിഗ്ധമായി ഈ സ്പെസിഫിക് ആയ വിഷയം പ്രതിപാദിച്ച് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അഭിലാഷ്, ഇതൊരു കുറച്ചൊരു സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് എൻ്റെ ഒരു വാദം പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കാം. ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധി എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ തന്നെ 2016 അംന ബിൻത് ബഷീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് CBSE എന്ന് പറയുന്ന കേസിൽ അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള വിധിന്യായത്തിൻ്റെ പ്രിൻസിപ്പിളുകൾക്ക് വിരുദ്ധമായ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള, ഒരുപക്ഷെ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കാം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയാണ് എന്നാണ് ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ നിയമപരമായ അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് പറയാത്തതിൻ്റെ കാരണം ഇത്രമാത്രമാണ്. ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഫാലിയസ് നരിമാൻ, സീനിയർ അഭിഭാഷകനായിരുന്ന ഫാലിയസ് നരിമാൻ സുപ്രീം കോടതിയിലെ വിധികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് സുപ്രീം കോടതിയിലെ ഇന്ന ന്യായാധിപൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വിധിച്ചു എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ അഭിലാഷ്. അതായത് മുനമ്പത്തെ ഒരു കമ്മീഷനെ നിയമിച്ചപ്പോൾ ആ കമ്മീഷൻ്റെ സാധുത പരിശോധിക്കുന്ന ഒരു കോടതി പറയാണ് താജ്മഹൽ പോലും നാളെ വഖഫാണെന്ന് പറഞ്ഞു വരും എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത അബ്സേർഡായ കാര്യങ്ങൾ വിധിന്യായത്തിൽ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന നാട്ടിലാണ് നമ്മൾ കോടതി വിധികളെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ അഭിലാഷ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ കൾച്ചർ, ഹ്യൂമാനിറ്റി, ഡൈവേഴ്സിറ്റി, ഫ്രട്ടേണിറ്റി, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ, ഫ്രട്ടേണിറ്റി തുടങ്ങി ധാരാളം മൂല്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഊന്നാൻ ആഗ്രഹിക്കുന്നത് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു മൂല്യത്തിലാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ
ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുകയാണോ വേണ്ടത്, അനുവദിക്കാതിരിക്കുകയാണോ വേണ്ടത്? ഞാൻ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ അങ്ങനെ ഊന്നാനേ ആഗ്രഹിക്കുന്നില്ല. അനുവദിക്കാതിരിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം, ഷൈജു സാർ അടക്കമുള്ള ആളുകൾ ആലോചിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ടീച്ചർ പ്രിൻസിപ്പൽ പറയുന്നത്, MA BEd ഉള്ള അവർ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ ധരിച്ചുകൊണ്ട് അവർ പറയുകയാണ്, എല്ലാ കുട്ടികളും ഒരേ വസ്ത്രം ധരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. ദീപിക മുഖപത്രം എഴുതുകയാണ്, മതാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നമ്മൾ കടന്നു പോകുന്നത്. ഏത് സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്? സെന്റ് റീത്ത സ്കൂളിൽ എല്ലാ കുട്ടികളെയും മതപരമായ ചടങ്ങുകൾക്ക് നിർബന്ധിച്ചു എന്ന് 2008 പരാതി ഉയർന്ന ഒരു സ്കൂളിലാണ് ഈ കാര്യം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പഞ്ചാബിലെ ഒരു കുട്ടിയെയും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലും സിഖ് മതവിശ്വാസ പ്രകാരമുള്ള ടർബൻ നിരോധിക്കുന്ന സാഹചര്യമേ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിലെ ചില സ്ഥാപനങ്ങളിൽ മാത്രം മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ നമ്മൾ ഇത്ര പ്രോബ്ലമാറ്റിക്കായി കാണണം എന്ന സാഹചര്യം ഒന്നാമത് നിലനിൽക്കുന്നുണ്ട്? അത് ഏതെങ്കിലും ഒരു കോടതി വിധിയിൽ ഊന്നി ഇതാണ് നിയമം, ഇതല്ല നിയമം എന്ന് തർക്കിക്കേണ്ടുന്ന ഒരു പ്രശ്നമല്ല. മറിച്ച് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലർ ഇൻക്ലൂസീവ്നെസ് എന്നതും ഫ്രട്ടേണിറ്റി, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ അടക്കമുള്ളവർ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഫ്രട്ടേണിറ്റിയുമായി ബന്ധപ്പെട്ട് കുരിശ് ധരിച്ച് ഏതെങ്കിലും ഒരു കുട്ടി വന്നാൽ, ഒരു മുസ്ലിം സ്ഥാപനത്തിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കിയാൽ എന്തായിരിക്കും അഭിലാഷ്? അതിൻ്റെ ഇത്ര ക്രൂരമായിരിക്കും അത്? സമാനമാണിത്. ഇതൊരു പെൺകുട്ടിയുടെ, ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അടിസ്ഥാന വിശ്വാസത്തെ നിഷേധിക്കലാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അവളുടെ കൾച്ചറിനെ നിഷേധിക്കലാണ്. ഇതാണ് ഞാൻ പറയട്ടെ ഇത്തരത്തിൽ ഇങ്ങനെയല്ല സ്ഥാപനങ്ങളിലെ അദ്ദേഹം പറയട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വഴങ്ങും. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഈവൻ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും അവരുടെ യൂണിഫോമുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ യൂണിഫോമിനകത്ത് ഒരു മതചിഹ്നം പുറത്ത് കാണാൻ അവർ അനുവദിക്കാറില്ല. അത് ഈവൻ കൊന്തയും ബന്ദിങ്ങയും പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അല്ലാതെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ക്രിസ്ത്യാനി കുരിശ് ധരിച്ചു വന്നാലെന്നൊക്കെ പറയുന്ന ആപേക്ഷികമായ ഒരു സാഹചര്യം പറയരുത്. അത് തെറ്റാണ്. പിന്നെ ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനങ്ങൾക്കും ആ സ്ഥാപനങ്ങളുടേതായ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ ആ സ്ഥാപനങ്ങളുടെ റൈറ്റ് അവർ പാലിച്ചോട്ടെ. ആ സ്ഥാപനങ്ങളിൽ എന്ന് നിർബന്ധിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, അതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത് ഒന്ന് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഭരണഘടന സവിശേഷമായ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ സവിശേഷമായ അവകാശങ്ങൾ നൽകുന്നുമുണ്ട്. ഞാനത് കൂട്ടിച്ചേർത്താണ്. അതെ അഭിലാഷ്, അതിൽ എനിക്ക് തർക്കമില്ല. അതായത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹിജാബ് ഇത്രയുള്ളൂ എൻ്റെ വാദം. രണ്ട് കാര്യമാണ്. ഒന്ന്, പട്ടാളച്ചിട്ട പോലെയല്ല സ്കൂളിലെ യൂണിഫോം. അത്ര ക്രൂരമായിട്ടല്ല നമ്മൾ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിനെ കാണേണ്ടത്. അത് ഒരു വളരെ വിചിത്രമായ ഒരു വാദമാണ്. ഒന്നാമത്തെ കാര്യം. കോടതികൾ പോലും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോലും ഈ ചർച്ച വന്നിട്ടുള്ളതാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ കാര്യം, ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കോൺട്രഡിക്റ്ററി ആവുന്ന ഒരു സന്ദർഭം ഉണ്ടായാലാണ്. കന്യാസ്ത്രീകൾ, ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ, കുട്ടികൾ മതചിഹ്നങ്ങളുമായി വരുന്നത് കുട്ടികളുടെ ഇടയിൽ മതചിന്ത ഉണ്ടാക്കും എന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം, വിചിത്രമായ ഒരു വാദം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പോലുള്ള ഒരു മതേതര സമൂഹത്തിൽ ഉന്നയിക്കാൻ കഴിയുക എന്ന് ക്രിസ്ത്യൻ സമൂഹത്തോടും ക്രിസ്ത്യൻ നേതൃത്വത്തോടും ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷപാതപരമായി സംസാരിക്കുന്നു. ശരി, ശ്രീ രാജു പി നായർ, ഇത് കുറച്ച് സങ്കീർണമായ വിഷയമാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അത് ചിമ്മാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഭരണാധികാരികളുടെ മാത്രമല്ല എല്ലാ പൗരന്മാരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നലെ ഈ വിഷയത്തിൽ MP-യുടെയും DCC പ്രസിഡന്റിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു സമവായം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന
കണ്ടെത്തൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ അദ്ദേഹം പരസ്യമായി ഉന്നയിക്കുകയും അത് ഇന്നിപ്പോൾ സ്കൂള് നിഷേധിക്കുകയൊക്കെ ചെയ്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനെ പൂർണ്ണമായും തമസ്കരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിക്കുന്ന കാര്യം. ഇത് കോംപ്ലക്സ് ആയ ഒരു ഇഷ്യൂ ആണ്. ഇതിൽ പരിഹാരം എവിടെയാണ്? അല്ല, ഇതിൽ ഒന്ന് ഞാൻ ആദ്യമായിട്ട് ആ കുടുംബത്തെയും ആ കുട്ടിയെയും അതിൻ്റെ കുട്ടിയുടെ അച്ഛനെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ള ആത്യന്തികമായ മനുഷ്യത്വം കൊണ്ട് അദ്ദേഹം നിർവീര്യമാക്കി എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയം ഇന്നിപ്പോൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് ആ അച്ഛൻ്റെ ഒരു നിലപാട് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇതിനെല്ലാം മറ്റ് തലത്തിൽ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആ പിതാവിനെയും ആ കുട്ടിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള ബഹുമാനം ഞാൻ പങ്കുവെക്കുകയാണ്. അദ്ദേഹം കാണിക്കുന്ന ആ ഒരു അടിസ്ഥാനപരമായ സാമൂഹിക ഉത്തരവാദിത്വവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുക, എതിർപ്പുകളെയും ഉൾക്കൊള്ളുക എന്നുള്ള ജനാധിപത്യ ബോധവും നമ്മുടെ സ്ഥാപനങ്ങൾ കൂടി കാണിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഭരണഘടനയാണ് ആത്യന്തികമായി ഉള്ളത്. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവരുടേതായ മോഡൽ കോഡും ഡ്രസ് കോഡൊക്കെ ഉണ്ടാവാം. പക്ഷേ ഡ്രസ് കോഡെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭരണഘടന നൽകുന്ന ഒരു ആത്യന്തിക അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഒരു കാരണവശാലും നിഷേധിക്കുന്നത് ശരിയല്ല, നിഷേധിക്കാൻ അനുവദിക്കാൻ കഴിയില്ല. ഹിജാബ് എന്ന് പറയുന്നത് അവർക്ക് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ആ മോഡൽ കോഡ് അവരുടെ കോഡ് ഓഫ് ഡ്രസ് കോഡിൽ അതിനൊരു പ്രത്യേക നിറം വേണമെങ്കിൽ പറയാം. പക്ഷേ ഹിജാബ് ധരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല. ഞാൻ പഠിച്ചത് ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ്. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജസ്വന്ത് സിംഗും ജസ്പാൽ സിംഗ് എന്ന് പറഞ്ഞ 2 ഇരട്ടകൾ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നു. അവർ വന്നിരുന്നതെല്ലാം അവരുടെ തലയിൽ അന്ന് ഈ ഒരു ബോൾ പോലെ കെട്ടുകയാണ് അവരുടെ ഒരു രീതി. ആദ്യം ഒരു വലിയ ഇതിന് വരുന്നതിന് മറ്റേ ഇത് ധരിക്കുന്നതിന് അത്തരത്തിലെല്ലാം ഇത് ചെയ്തിട്ടാണ്. നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള മതേതരത്വം അല്ലാതുള്ള ആദ്യം ഇതിനകത്ത് ഭാഗമായിട്ടുള്ള എല്ലാവരും ചിന്തിക്കണം. നമ്മളുടെ മതേതരത്വം എന്നത് മതനിരാസമല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. എൻ്റെ വഴിക്ക് കാര്യം മാത്രമേ ഞാൻ മറ്റൊരാളെ കാണാൻ സാധിക്കൂ എന്നുള്ളത് ചിന്ത മാറി അവനെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിവാർ ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു വിഭജനത്തിൻ്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഈ മതം എന്ന് പറയുന്ന ഒന്നിലേക്ക് മാത്രം ഒതുങ്ങുക എന്നുള്ള രാഷ്ട്രീയം നമ്മുടെ പല ആൾക്കാരിലേക്കും അറിയാതെ കടന്നുകൂടി പോകുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു 10 വർഷത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഈ ഇരുണ്ട കാലത്ത് ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ മാർഗദീപം എന്നും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഭരണഘടന നൽകുന്നുണ്ടെന്നും ആ അവരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവണം എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നിടത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒന്നിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റൊരാളുടെ ഇത് ഒരു വ്യത്യസ്തത അറിയാതെ പോകുന്നതിനേക്കാൾ ആ വ്യത്യസ്തതയും കൂടിയാണ് ഞാനുള്ള സമൂഹം എന്ന് മനസ്സിലാക്കുന്നതല്ലേ കുട്ടികൾക്ക് നല്ലത്? അതുകൂടിയാണ് എൻ്റെ സമൂഹം എന്ന് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് കുട്ടികളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിഭജന ചിന്തകൾ ഉണ്ടാക്കാൻ മാത്രമേ ഇത് സഹായിക്കുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിലപാട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കുട്ടികൾക്കുണ്ട്. അതൊരു മിനിമൽ റെസ്ട്രിക്ഷൻസ്, അതിന് ഒരു ഇതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നടത്താം. പക്ഷേ അതിനെ മുഴുവനായിട്ട് അവഗണിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഭരണഘടനാപരമായ ആശ്വാസ്യമല്ല. ഷോൺ ജോർജ്, BJP. ഷോൺ ജോർജ്, ഇതിലൊരു രാഷ്ട്രീയ തർക്കം ഉണ്ടാവേണ്ട കാര്യമുണ്ട്. ഒന്ന്, ചെറിയ കുട്ടികൾ പഠിക്കുകയാണ്. ആ പഠനത്തെ ഒരു കാര്യവും തടസ്സപ്പെടുത്തരുത്. നമ്മുടേത് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന, വിദ്യാഭ്യാസം എല്ലാവർക്കും സ്വായത്തമാവുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ്. അപ്പോൾ ഒരു കാരണം കൊണ്ടും ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്നിരിക്കെ ഈ ആവശ്യമില്ലാത്ത ചന്ദനക്കുറിയോ ഹിജാബോ പോലെയുള്ള വിവാദങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ വേണ്ടതുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഒരാൾ അയാളുടെ ചോയ്സ് എന്നുള്ള നിലയിൽ ഒരു വസ്ത്രമോ ഒരു കുറിയോ ഒക്കെ ഇട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ 2 പ്രതികൾ ആരൊക്കെയാണ് സംസാരിച്ചത് എനിക്ക് ആളെ കാണത്തില്ലാത്തതുകൊണ്ട് അറിയില്ലെങ്കിൽ അതിന് പറയേണ്ട 2. ഒന്ന്, ഇത് വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് വഖഫ് ഭേദഗതിയിലെ കോടതി വിധിയെയും വഖഫ് ആക്ടിനെയും ഭരണഘടനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഭേദഗതി ചെയ്യപ്പെട്ട വഖഫ് ആക്ടിനെയും ആ വഖഫ് ആക്ടിലെ സെക്ഷൻ 40 ഉൾപ്പെടെയുള്ള
വഖഫിന് സ്വയം ആ വസ്തു വഖഫിന്റേതാണെന്ന് തോന്നിയാൽ അത് വഖഫിന്റേതായി മാറും എന്ന് സെക്ഷൻ 40 പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്തതിനെയും അതിന്മേലുണ്ടായ കോടതി വിധികളെയും ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് ആ മഹാന് ഞാൻ ആദ്യം തന്നെ പ്രണാമം അർപ്പിക്കുന്നു. രണ്ടാമത്, അവിടെ കഴിഞ്ഞ ഇപ്പൊ ഏറ്റവും അവസാനം സംസാരിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ച് സംഘപരിവാർ ഉണ്ടാക്കുന്ന പ്രശ്നം. സംഘപരിവാർ എന്ത് പ്രശ്നമാണ് ഈ നിമിഷം വരെയും അവിടെ ഉണ്ടാക്കിയത്? അവിടെ നിങ്ങളൊക്കെ എന്തിനാ ഈ SDP എന്നുള്ള പേര് പറയാൻ നിങ്ങൾക്കൊക്കെ എന്താ ഭയം? അവിടെ 32 വർഷമായി മുമ്പോട്ട് പോകുന്ന ഒരു സ്കൂൾ, യാതൊരു പ്രതിസന്ധിയുമില്ലാതെ നല്ല രീതിയിൽ മതേതര കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു സ്കൂള്. അവിടെ 117 മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു കുഴപ്പവും അവിടെ ഇല്ല. ആ യൂണിഫോം ഡ്രസ് കോഡും ആ സ്കൂളിന്റെ ഡ്രസ് കോഡ് അംഗീകരിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു. ഈ കുട്ടി ഈ വർഷമാണ് ആ സ്കൂളിൽ വരുന്നത്. ആ സ്കൂളിൽ വന്ന് ഈ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്നപ്പോൾ ഇത് മോളെ ഇതിന്റെ ഡ്രസ് കോഡല്ല. അവരിപ്പം നടക്കുന്ന പ്രചരണം എന്താ? ആ കുട്ടിയെ മാറ്റി നിർത്തി കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത്തരം പ്രചരണങ്ങളാണ് ഈ നാടിനെ മോശമാക്കുന്നത്. അപ്പോ അതിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും കുട്ടി അത് ആവർത്തിക്കുന്നു. അപ്പൊ അവിടെ ഒരു പർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ഉണ്ടായി. അത് ആ പ്രൊവോക്കേഷൻ ഉണ്ടായപ്പോ വീണ്ടും മാതാപിതാക്കളെ വിളിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് ഒറ്റയ്ക്കല്ല വന്നത്, SDP-യുടെ ഭാരവാഹികളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിന്റെ CCTV വിഷ്വൽസ് എല്ലാം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും വന്നു. സ്വയം പരിചയപ്പെടുത്തിയ അവർ അവിടെ വരികയും വലിയ രീതിയിൽ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു. അവിടെ നിന്നല്ല ഈ പ്രശ്നത്തെ തുടക്കം. അവിടെ എവിടെയാണ് സുഹൃത്തെ ഞങ്ങൾ ഈ സംഘപരിവാർ അല്ലെങ്കിൽ BJP അവിടെ ഇടപെട്ടത്? അവിടെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി. 2 ദിവസം SDP-യുടെ ഭീഷണി കൊണ്ട് ആ സ്കൂൾ അടച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രവണതകളെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തി. അത് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇത്തരത്തിലുണ്ടായ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഓരോ സ്കൂളിലും ഓരോ നിയമമുണ്ട്. ആ സ്കൂളിൽ ഇതുവരെ നിലനിൽക്കുന്ന, ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ കോടതി വിധികളെ ആ ജഡ്ജിമാരുടെ ഇന്ന ജഡ്ജിന്റെ വിധി എന്ന് പറയണം എന്നൊക്കെ പറയാൻ മാത്രം ഇന്ത്യയുടെ ഭരണഘടനയും ജുഡീഷ്യറിയും ഒന്നും അദ്ദേഹം പറയുന്നത്ര മോശമായി എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന പോലെ ഇപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ജനപ്രതിനിധി അവിടെ എത്തിയിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി, നല്ല കാര്യം. ഇപ്പോ ആ കുട്ടിയുടെ പിതാവിനെ അഭിനന്ദിക്കുന്നു കേട്ടു. സന്തോഷം, നല്ല കാര്യം. ഞാനും ഇത് കേട്ടപ്പോൾ ഓർത്തു, നല്ലതാണല്ലോ, അയാൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കി. അയാൾ അത് ഞാൻ കാരണം, എന്റെ കുട്ടി കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടാന്ന്. ഇന്നലെ രാത്രിയിൽ ഇവിടെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് വന്നതിന് ശേഷം ഈ പറഞ്ഞ നിങ്ങൾ അഭിനന്ദിച്ച ആ കുട്ടിയുടെ പിതാവ് മന്ത്രിയുടെ ഉത്തരവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമ്പോൾ എന്റെ നിലപാട് അതാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് നിലപാട് മാറ്റി. അതറിഞ്ഞില്ല ആരും. ഇതൊന്നും കൂടാതെ ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന 25-ലധികം മാതാപിതാക്കൾ ഇന്ന് ആ സ്കൂളിലെത്തി ടീച്ചർമാരോടും മാനേജ്മെന്റിനോടും പരാതി പറഞ്ഞു. എന്താണ്? SDP പ്രവർത്തകർ ഞങ്ങൾ വീടുകളിലെത്തി അവരുടെ കുട്ടികളെ കൂടെ, അവിടെ 110 ഈ കുട്ടി കൂടാതെ 116 കുട്ടികളെ ഉണ്ട്, അവരുടെ കുട്ടികളെ കൂടെ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണം എന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നു, പ്രവർത്തിക്കുന്നു. ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതും അഡ്രസ് ചെയ്യപ്പെടണം. എനിക്ക് ഒരു ഒറ്റ ഇടവേളയുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ ഫോണിലേക്ക് വരാം. അലി അക്ബർ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം 117 കുട്ടികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ അവിടെ പഠിക്കുന്നു. അവർ സ്കൂളിന്റെ നിയമാവലി വായിച്ചു നോക്കിയതിന് ശേഷം അവിടെ ചേർന്നതാണ്. അവർ അവരുടെ സുഗമമായ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയ്ക്ക് അധ്യയന വർഷം പകുതി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം. അപ്പോൾ ചില സംഘടനകൾ ചെന്നിട്ട് കുട്ടികളെ അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ ഒരു തരത്തിൽ ടെററൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് വിശ്വാസികളാണ്, നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ഹിജാബ് ഇടാതെ സ്കൂളിൽ പറഞ്ഞയക്കുകയാണോ, നിങ്ങൾ ആ സ്കൂളിൽ പോയി ചോദിക്കേണ്ട എന്ന മട്ടിൽ കുട്ടികളുടെ മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കുക, ഇത് ആത്യന്തികമായി സാമൂഹ്യമായി വിഷയങ്ങളിൽ പോറലുണ്ടാക്കുക, അമ്മട്ടിലേക്കൊക്കെ പോകണോ? ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ അവിടെ കുട്ടികളെ ചേർക്കുന്നത്. അഭിലാഷ്, സ്കൂളിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രശ്നമായിട്ടൊന്നല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതെന്ന് തോന്നുന്നു. കുട്ടികൾ ഇതുവരെ തലയിൽ തട്ടമിടാതെ പോയി, ഇനി ഒരു ദിവസം മുതൽ തലയിൽ തട്ടമിടണം എന്ന് തോന്നിയിരുന്ന കുട്ടികൾക്ക് അങ്ങനെ പോകാനുള്ള അവകാശമുണ്ടോ ഇല്ലേ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനമാകുമ്പോൾ തന്നെ അത് സർക്കാരിന്റെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്.
മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിയെടുക്കേണ്ട, വളർത്തിയെടുക്കേണ്ട, വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മളൊക്കെയും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏതാണ്ട് ഇപ്പൊ തലയിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുടെയൊക്കെ ഇടയിലൂടെ പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയൊക്കെ ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഭജനം വലിയ തോതിൽ നമ്മുടെ ഇടയിലൊക്കെ ചർച്ച വരുന്നുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ച്, വസ്ത്രത്തെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ മതം പ്രാക്ടീസ് ചെയ്യാൻ, മതത്തിന്റെ ചിഹ്നങ്ങൾ ഇത് പ്രദർശിപ്പിക്കുക എന്നതൊക്കെ വലിയ തോതിൽ ഭീഷണി നേരിടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോ ഒരു തലയിൽ തട്ടമിട്ട് വരുന്ന അത് വിശ്വാസത്തിന്റെ ഭാഗമാവട്ടെ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാവട്ടെ, ഞാൻ അങ്ങനെ പറയാം. അവിടെയുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും മുസ്ലിം 30 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അവർ ഈ അടുത്ത് കുട്ടികൾ തട്ടമിട്ടത് വിലക്കുകയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ വാദത്തിന് പ്രസക്തിയുണ്ട്. പക്ഷെ പണ്ട് മുതലേ അവിടുത്തെ ഡ്രസ് കോഡ് അങ്ങനെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിയമം, കോടതികൾ നിയമം വ്യാഖ്യാനിച്ചു പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മുഷ്താഖിന്റെ ബെഞ്ച് പറഞ്ഞത് വിശാല താല്പര്യം സ്കൂൾ മാനേജ്മെന്റിനൊപ്പമാണ്. സ്കൂളിന്റെ വിശാല താല്പര്യത്തിന് മുകളിൽ ഹർജിക്കാരുടെ വ്യക്തിപരമായ അവകാശം നടത്തിക്കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, അങ്ങനെ പറ്റില്ല. സ്കൂളിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അവകാശങ്ങളാണ് ഇവിടെ വ്യക്തികളായ കുട്ടികളുടെ അവകാശങ്ങളെക്കാൾ വലുത് എന്നുള്ളതാണ് സെറ്റിൽഡ് ആയിട്ടുള്ള നിയമ പൊസിഷൻ. അഭിലാഷ്, ഞാനൊരു പർട്ടിക്കുലർ കേസിനെ എടുത്തുകൊണ്ട് അതിന്റെ ആ ഒരു വാദത്തിന്റെ ഭാഗത്തിൽ നിന്നോട് സംസാരിക്കണമെന്നല്ല വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക പരിസരത്ത്, രാഷ്ട്രീയ പരിസരത്ത്, മതനിരപേക്ഷ പരിസരത്ത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടോ എന്ന് ആ സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെന്റുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇനി തലയിൽ തട്ടമിട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അത് വിശ്വാസത്തിന്റെ ഭാഗമാകാം, അല്ലാതിരിക്കാം. ആ സന്ദർഭത്തിൽ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കുകയും പുറത്തുനിന്നുള്ള അതിതീവ്രമായിട്ട് വിശ്വാസത്തെ കാണുകയും വേറെ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വിനിയോഗിക്കാനൊക്കെയുള്ള സന്ദർഭങ്ങൾ യഥേഷ്ടം ഉണ്ടായിരിക്കെ വിശ്വാസത്തിന്റെ ഭാഗമാവട്ടെ അല്ലാതിരിക്കട്ടെ ഒരു കുട്ടിക്ക് ഒരു തലയിൽ തട്ടമിട്ട് വരാനുള്ള സാംസ്കാരിക ആവശ്യത്തെ അല്ലെങ്കിൽ വിശ്വാസപരമായ ആവശ്യത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ ഹാർമണിയെ നിലനിർത്താൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ 30 വർഷത്തെ പാരമ്പര്യത്തിന്റെ പിൻബലം കൊണ്ടോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെയോ വിദ്യാർത്ഥിനിയെയോ ഇങ്ങനെ പ്രയാസപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്? നോക്കൂ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം യഥേഷ്ടം സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സ്കൂളുകളിലൊക്കെയും യൂണിഫോമുകളുണ്ട്. ആ യൂണിഫോമിന്റെ ഭാഗമായി തന്നെ ആ സ്കൂളുകളിലൊക്കെയും തട്ടം ഇടണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷെ ആ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു മതവിഭാഗങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആ യൂണിഫോമോടെ ബാധകമാക്കുന്നില്ല. അവർ തട്ടുമിട്ട് വരണമെന്ന് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. പല സ്കൂളുകളിലും തൊപ്പി ധരിക്കണം, നമ്മളുടെ ഒരു പാരമ്പര്യ സുന്നി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തൊപ്പി ധരിക്കണമെന്ന് യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികളോട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു മതവിഭാഗങ്ങളോട് നിങ്ങൾ തൊപ്പിയിട്ട് വരണം, അത് യൂണിഫോമിന്റെ ഭാഗമാണെന്ന് നിഷ്കർഷിക്കാത്തത് നമ്മുടെ ഒരു സോഷ്യൽ ഹാർമണി, മതനിരപേക്ഷ അന്തരീക്ഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ തോതിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോ ഒരു പ്രശ്നത്തെ മതവർഗീയമായി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്കൂളിന് പുറത്തുള്ള വികസനത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് മതനിരപേക്ഷതയുടെ കൂടി ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട സ്കൂൾ മാനേജ്മെന്റുകൾ അതിന് വഴിവെക്കുകയാണോ വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. ശരി, അവിടെ ശ്രീ ഷൈജു ആന്റണി, ഈ സമൂഹത്തിന്റെ വിശാല താല്പര്യം എന്നുള്ളൊരു കാര്യം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഈ ക്രൈസ്തവ സഭകൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ LP സ്കൂൾ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ ഞാൻ ഈ LP സ്കൂളിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പോവായിരുന്നു. പള്ളിയിൽ പോകണമെന്നോ പോകണ്ടെന്നോ ആരും പറഞ്ഞിട്ടില്ല, വിലക്കുമില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധമായി പള്ളിയിൽ വരണമെന്നില്ല. ആ കാലത്തൊക്കെ ഈ ശബരിമല സീസണിൽ മാലയിടുന്ന കുട്ടികളുണ്ടല്ലോ, അവർ യൂണിഫോമിന് പകരം കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാറുണ്ട്. ആരും നിങ്ങളെന്താ യൂണിഫോം ഇട്ടിട്ട് വരാത്ത, നീലയും വെള്ളയാണ് യൂണിഫോം, നീലയും വെള്ളം ഇട്ടിട്ട് വരാത്തതെന്ന് ആരും ചോദിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഗമായിട്ട് ഉൾക്കൊള്ളലാണ് പതിവ്. ഇവിടെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഇങ്ങനെ വസ്ത്രങ്ങളുടെ പേരിലൊക്കെ കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്നുകൂടി മാനേജ്മെന്റ് ചിന്തിക്കണ്ടേ? അത് കേവലം ഒരു സ്കൂളിന്റെ മാത്രം വിഷയമാണോ? അഭിലാഷ്, എന്നോടാണോ ചോദ്യം? അതെ ഹലോ, അതെ അങ്ങോട്ടാണ്. ശ്രീ ഷൈജു ആന്റണി, താങ്കളോടാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ഇപ്പോഴും അറബി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഇപ്പോഴും മുസ്ലിം
സമുദായത്തിൽ നിന്നുള്ള അധ്യാപകരുണ്ട്, തട്ടമിട്ട് വരുന്ന ഹിജാബിട്ട് വരുന്ന അധ്യാപകരുള്ള സ്കൂളുകളുണ്ട്, ഇപ്പോഴുമുണ്ട്. മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെന്ന ധാരണയിൽ അത് പറയരുത്. ഇപ്പോഴും അത്തരം സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് അത്തരം വേഷങ്ങൾ ധരിക്കാനുള്ള അനുവാദമുണ്ട്. ആ അനുവാദങ്ങളെല്ലാം അവർക്ക് പാലിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഇവർ പലപ്പോഴും ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥന വരെ അനുവദിക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ CBSE സ്കൂളുകളും ചില പ്രത്യേക സ്കൂളുകളും ചില പ്രത്യേക നിബന്ധനകൾ പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സ്കൂളുകളിൽ തന്നെ പോയി ഞങ്ങൾക്കിത് നടത്തണം എന്ന് പറയുമ്പോൾ ആ സ്കൂളിൻ്റെ ആ മാനേജ്മെൻ്റ് ഉണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പാലിക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അലി അക്ബർ പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെൻ്റ് അല്ല ഇത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ ഒരു സംഘടന ബോധപൂർവം ഇത്തരമൊരു ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് SDPI ആണ്. ഷോൺ ജോർജ് പറഞ്ഞ പോലെ ആ പേരൊന്നും പറയാൻ നമുക്ക് പേടിയൊന്നുമില്ല. ഷോൺ ജോർജിൻ്റെ പിതാവാണ് അവിടെ പോയി അള്ളാഹു അക്ബർ വിളിച്ചത്. അതൊന്നും പറയാൻ നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ആ സംഘടന ബോധപൂർവം ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം, ഒരു വിഭാഗീയത ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ പോയി കാണുകയും അതിനുശേഷം അവിടുത്തെ മറ്റു കുട്ടികൾ, ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഇതെന്താണെന്നറിയോ, മറ്റു കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രഷറുണ്ട് എന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ മറ്റു കുട്ടികളുടെ അടുക്കൽ പോയി നിങ്ങളും കൂടി ഈ ആവശ്യം ഉന്നയിക്കൂ എന്ന് പറഞ്ഞ് ആ സ്കൂളിനെ ബോധപൂർവം കരുവാക്കുകയും ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെയും ആ സ്കൂളിലെ മാനേജ്മെന്റിനെയും മതനിരപേക്ഷരല്ല എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേരളത്തിൽ എത്ര ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട്? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ആ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അറബി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഞാൻ കാണിച്ചു തരാം. അവിടെയൊന്നും ഞങ്ങൾക്കാർക്കും ഇതുവരെ ഒരു പ്രതിസന്ധിയുമില്ലെന്ന്. പക്ഷേ ചില സ്ഥാപനങ്ങൾ ചില പ്രത്യേക രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ച് അവരുടെ മാനേജ്മെന്റ് തീരുമാനത്തിന്റെ പ്രകാരം വർഷങ്ങളായി കാലങ്ങളായി നടന്നു വരുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെ പോയി പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ പ്രമുഖമായ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനമല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേക വിദ്യാഭ്യാസ കോഡുകളുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം യൂണിഫോമുകളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്, അവിടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ അവർക്കാർക്കും ഇന്ന് വരെ ഹിജാബ് ഇടണമെന്നോ ഫുൾ കൈ ഇടണമെന്നോ കാലിനിറക്കം കൂടിയ വേഷം ഇടണമെന്നോ അവരാരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പുറകിൽ കൃത്യമായ ദുരുദ്ദേശമുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാവില്ല. കാരണം ഇതാദ്യമായി ഉണ്ടായതല്ല. ഞങ്ങൾക്കറിയാം, ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായത് ഒരു വിഷയം പുറത്തു വന്നു, ഇപ്പൊ ഈ വിഷയം പുറത്തു വന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ, ഈ ഇടവേളയിൽ അനവധി സ്കൂളുകൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് മതനിരപേക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സ്കൂളുകളെ പറ്റിയല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക തരത്തിൽ കോച്ചിങ് കൊടുക്കുന്ന നല്ല സ്കൂളുകളെ കുറിച്ച് വളരെ ബോധപൂർവം, സെന്റ് റീത്താസ് സ്കൂളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമുണ്ട്. നല്ല സ്കൂളുകളെ കുറിച്ച് ബോധപൂർവം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ചില ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നു എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. നിലപാട് സ്വീകരിക്കുന്നത് മികച്ച നിലയിലെ അക്കാദമിക് അന്തരീക്ഷമുള്ള ഒരു CBSE സ്കൂളാണ് സെന്റ് റീത്ത സ്കൂൾ. അത് ഒരുപാട് എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്ന നല്ല മെച്ചപ്പെട്ട അക്കാദമിക് അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണ്. ഇവിടെ ശ്രീ രാജു പി നായർ നേരത്തെ BJP ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പൊ താങ്കളായാലും ഹൈബി ഈഡൻ MP ആയാലും BJPയും സംഘപരിവാറും കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അപ്പുറത്ത് SDPI എന്താണ് സ്പർശിക്കാത്തത്? ഈ വിഷയത്തിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാക്കിയത് SDPIയുടെ ഇടപെടലാണ്. അവർ സ്കൂളിൽ വന്ന് ഈ അധ്യാപകരോട് സംസാരിച്ചതിനെ തുടർന്നാണ് പഠനാന്തരീക്ഷമില്ല എന്ന പേരിൽ 2 ദിവസം സ്കൂൾ അടച്ച് അധ്യയനം മുടക്കേണ്ടി വന്നത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ കുട്ടിയുടെ പാരൻസിനും മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾക്കുമൊക്കെ പ്രഷർ നേരിടേണ്ടി വരികയാണ്. നിങ്ങളുടെ തട്ടത്തിന് വേണ്ടി നിലപാടെടുക്കണം, ഇല്ലെങ്കിൽ സമുദായ വിരുദ്ധരായി പോകുമെന്ന മട്ടിൽ അവർ ഒരു തരത്തിലുള്ള ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടി നമ്മൾ കാണണം.
അതെ, ഒരു സംശയമില്ലെന്നേ. ഈ അന്തരീക്ഷം മുതലാക്കാൻ വേണ്ടി നടക്കുന്ന വർഗീയ ശക്തികളൊക്കെ ഇതിനകത്തുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഞാൻ RSSനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവൻ RSS ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ, പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കോട് പെരുമാറുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചുള്ള, കോൺഗ്രസ് സംബന്ധിച്ചുള്ള, കോൺഗ്രസ് ആണ് അവിടെ പ്രവർത്തിച്ചത് അല്ലേ? പ്രവർത്തിച്ചാൽ ഞാൻ അവിടെ കൊണ്ട് ചെയ്യുന്നില്ല. അവിടെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോയപ്പോൾ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് അവിടെ പ്രശ്നമില്ലാതാവുന്നത്. ഞാൻ പറയുന്നത് ആ സമവായത്തിലേക്ക് എത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിയമപരമായ പ്രശ്നമുണ്ട്. നിയമപരമായ പ്രശ്നം കർണാടകയിൽ, ഇപ്പം ഞാൻ ഇവിടെ കോൺഗ്രസ് കർണാടകയിൽ എടുത്ത നിലപാടെന്താ? കോൺഗ്രസ് കർണാടകയിൽ സുവ്യക്തമായ നിലപാടെടുത്തത് അവിടെ ആ മനുഷ്യർക്കെല്ലാം അവരുടെ മതാചാര പ്രകാരമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. BJP അതിനെതിരായിട്ട് നിലപാടെടുത്തപ്പോൾ സിദ്ധരാമയ്യ വന്ന് ആ വിവാദ ഉത്തരവ് റദ്ദാക്കിയതാണ്. അത് ഇപ്പൊ സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ്, തീരുമാനമായിട്ടില്ല, സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ള അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നലെ ആ ഹൈബീഡനും അല്ലെങ്കിൽ ഷിയാസും എല്ലാം അവിടെ ഞാൻ പറഞ്ഞ കോൺഗ്രസ് സംഘടനയല്ല, കോൺഗ്രസ് ആശയം, ആ കോൺഗ്രസ് ആശയം പ്രവർത്തിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടായത്. അതിനെ രമ്യമായ പരിഹാരത്തിൽ എത്തിയതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി SDP-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമിക ശക്തികളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഒറ്റപ്പെടുത്തണം. ആർക്കാ സംശയം? അവരെ ഒറ്റപ്പെടുത്തണം. പക്ഷെ ഷോൺ ജോർജ് പറയുന്ന രീതിക്ക് മാത്രമല്ല കാര്യങ്ങൾ പോകുന്നത്, അതിനപ്പുറം ഇതിനകത്ത് വിഷം കലക്കാനുള്ള ശ്രമം ഷോൺ ജോർജിന്റെ പാർട്ടി ഉൾപ്പെടെ നടക്കുന്നുണ്ട്, RSS നടത്തുന്നുണ്ട്. അതിനെ ഇല്ലാതെ കാണാൻ പറ്റുമോ? RSS കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ ബാക്കി പത്രമല്ലേ സെൻട്രി ദാസ് സ്കൂൾ. ഞാൻ പഠിച്ചത് മുഴുവൻ, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചത് മുഴുവൻ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഞാൻ പള്ളുരുത്തിയിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ മതേതരത്വത്തെ ബോധത്തെ ഉണ്ടാക്കിയതും ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതാണ് എൻ്റെ മതേതര ബോധം ഉണ്ടാക്കിയത്. ഈ ക്രിസ്തീയ സഭയുടെ കീഴിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നത്. അവിടെ ഈ പുതിയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന വേർതിരിവ് ആ സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞ അഭിപ്രായം. അത് വരുമ്പോൾ RSSന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഹിന്ദുത്വം എന്ന് പറയുന്ന റൈറ്റ് വിങ് ആണ്. ആ റൈറ്റ് വിങ് മുസ്ലിം സംഘടനകളുണ്ടെന്നേ, ഇതാരാ നിഷേധിക്കുന്നത്? മുസ്ലിം സംഘടനകൾ റൈറ്റ് വിങ് ഉണ്ട്. ആ റൈറ്റ് വിങ് രാഷ്ട്രീയത്തിലേക്ക്, തീവ്ര വലത് രാഷ്ട്രീയത്തിലേക്ക് മാറരുത്. പകരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ്നെസ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. ഞാൻ ഒരൊറ്റ സംഭവം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിനകത്ത് പറയുന്നില്ല. ഇത് കേരളത്തിൽ ഇനിയും ഉണ്ടാകാൻ പോകുന്ന വിഷയമാണ്. ആ ഉണ്ടാകാൻ പോകുന്ന വിഷയത്തിൽ പൊതുസമൂഹം ഒരു കൃത്യമായ നിലപാടെടുക്കുക എന്നുള്ള, ആ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് ഇന്ന് CPM ഇല്ലാതിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ആ ഒളിച്ചുകളി പാടില്ല. ഒളിച്ചുകളിയില്ലാതെ കൃത്യമായ നിലപാടെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അവിടെ വെല്ലുവിളികളുടെ രാഷ്ട്രീയമല്ല. ഈ കെട്ടകാലത്ത് ഇത്തരത്തിലുള്ള കൊളങ്കലക്കലുകൾ ഉണ്ടാവുമ്പോൾ അതിൽ സമവായത്തോടുകൂടി, സമചിത്തതയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഡയലോഗിന്റെ രാഷ്ട്രീയത്തിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയണം. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ. ആ ഷോൺ ജോർജിനെ പോലെ മറ്റ് തീവ്ര വലത് പക്ഷത്ത് നിൽക്കുന്ന ഇസ്ലാമിക സംഘടനകളെയും ഒറ്റപ്പെടുത്തുക, അതിന് ഭരണഘടന മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസിന്റെ നിലപാടുള്ളൂ. ശരി. അമീൻ ഹസൻ, ഇന്നലെ ഹൈബിയുടെ MPയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒരു സമവായ ചർച്ച നടത്തി. അവിടെ ഒരു ഫോർമുല ഉണ്ടാക്കി. അതനുസരിച്ച് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആ ഫോർമുല അംഗീകരിക്കുകയും നാളെ മുതൽ സ്കൂളിൽ വരാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. അത് വാർത്തയായി വന്നപ്പോൾ ആ വാർത്ത പോസ്റ്റ് ചെയ്ത മാധ്യമങ്ങളുടെ ഒക്കെ വാർത്തയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകൾ താങ്കളൊന്ന് നോക്കിയാൽ അറിയാം. ഈ കുട്ടിയുടെ പിതാവിനെ അതിഭീകരമായി ആക്രമിക്കുകയാണ്. ഇയാൾ ഈമാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, ഇയാൾ മതവിരുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, കോംപ്രമൈസ് ചെയ്തു, മതം നഷ്ടപ്പെട്ടു എന്നുള്ള മട്ടിലാണ്. ഇതേ തരത്തിലുള്ള പ്രഷർ ഇപ്പൊ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു തീരുമാനം എടുത്തിട്ട് പിന്നെ അവർക്ക് തീരുമാനം മാറ്റേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന പ്രഷർ കൊണ്ടാണ്. ഇങ്ങനെ പ്രഷർ കൊടുത്ത് വ്യക്തികളെ, അതും വ്യക്തികളുടെ അവകാശമാണല്ലോ, എന്തുമാത്രമാണ് ബാധിക്കുന്നത് നോക്കൂ. ഇപ്പൊ അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ മാതാപിതാക്കളും സമാനമായ വിധത്തിലുള്ള പ്രഷർ നേരിടുന്നു. നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ സ്കൂളിൽ അയച്ചില്ല എങ്കിൽ നിങ്ങളുടെ മതം നഷ്ടപ്പെടും, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ അല്ലാതായി മാറുമെന്ന പ്രഷർ നോക്കൂ. നമ്മുടെ നാട്ടിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കളുടെ, എന്തിനും ലീഗിന്റെ വരെ നേതാക്കളുടെ പങ്കാളിമാരോ അതല്ലെങ്കിൽ മക്കളോ തട്ടമിടാതെ നടക്കുന്നവരും തട്ടമിട്ട് നടക്കുന്നവരും ഉണ്ടല്ലോ. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ചോയ്സ് ആണ്. അപ്പോൾ ഈ സൊസൈറ്റൽ പ്രഷർ എന്നുള്ള കാര്യം കൂടി അക്കാര്യത്തിൽ നമ്മൾ കാണണമല്ലോ.
അഭിലാഷ്, ഞാൻ ഈ വിഷയത്തെ ഒട്ടും വൈകാരികമായി സമീപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഭിലാഷ്, എനിക്കൊരു സാവകാശം തരണം, ദയവ് ചെയ്ത് ഇടപെടരുത്. എനിക്കങ്ങനെ ഒരു തർക്കമില്ല. ഒന്നാമത്തെ കാര്യം, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച വിശാല താല്പര്യത്തിന് വേണ്ടി വ്യക്തികളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാം എന്ന് പറയുന്ന വാദം, ആ മെജോറിറ്റേറിയൻ വാദം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ അഭിലാഷിനും തർക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അതിലേക്ക് തർക്കിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ മുഴുവൻ ആ വിധിയെ ചൂണ്ടിക്കൊണ്ട് നിഷേധിച്ചു കളയാം എന്നൊരു സമീപനം നമ്മുടെ സ്ഥാപനങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന ഗൗരവപരമായ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഈ സാധാരണ മുസ്ലിം രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ ഉയർന്നാലൊക്കെ ഉണ്ടാവുന്ന ഫാക്ച്വലി കൺഫേം ചെയ്യപ്പെടാൻ കഴിയാത്ത, ഞാൻ ദയവ് ചെയ്ത് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ ഷൈജു ആന്റണി, ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്. അതായത് ഞാൻ പറയാം. നോക്കൂ, നമ്മൾ ഇത്തരത്തിലുള്ള ഒട്ടും കൺഫേം ചെയ്യാൻ കഴിയാത്ത ഇത്തരം ഡിഫൻസുകൾ, അതിശയോക്തികൾ, ഭീതി പരത്തലുകൾക്കപ്പുറത്ത് ചില രാഷ്ട്രീയവും നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസവും സംസ്കാരവും ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഉപേക്ഷിക്കാൻ മീൻസ് അത് ഉപേക്ഷിക്കൽ തന്നെയാണ്. ഹിജാബ് ധരിക്കുക എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ നിർബന്ധിക്കപ്പെട്ടാൽ, ഞാൻ ഈ ഒരു ഫാക്സിൽ വെച്ച് തർക്കിക്കുകയല്ല, സംശയമാണ് നമ്മൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഈ അവകാശം നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം. ഇപ്പോൾ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി MES മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. അവർ നിക്കാബ്, മുഖം മൂടുന്ന വസ്ത്രം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിജാബിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഒരാളുടെ വ്യക്തിപരമായ ചോയ്സിനെ റദ്ദ് ചെയ്യുകയാണെങ്കിൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയും അതേ അവകാശത്തെ റദ്ദ് ചെയ്യല്ലേ? നിക്കാബ് മുസ്ലിം വിശ്വാസത്തിലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല അഭിലാഷ്. ഞാൻ അതിൽ തർക്കത്തിനില്ല, ദയവേത് ഞാനത് പൂർത്തീകരിച്ചോട്ടെ. ഇല്ലോജിക്കലാണ് ആ വാദം. ഹിജാബ് അങ്ങനെയല്ല. അത് ധാരാളം ചർച്ചകൾ ഈ സുപ്രീം കോടതിയിൽ ഹിജാബ് സംവാദവുമായി ബന്ധപ്പെട്ടും കർണാടക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നമുക്ക് വേറെ തർക്കിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നേരത്തെ ഗെറ്റോയിസേഷനെ കുറിച്ചും ഒരു പർട്ടിക്കുലർ മതത്തിലെ കുട്ടികൾ മാത്രം പർട്ടിക്കുലർ സ്കൂളിൽ പഠിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസവും സംസ്കാരവും ഉപേക്ഷിച്ചാൽ മാത്രമേ മുസ്ലിം പെൺകുട്ടികൾക്ക് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കാനാവൂ എന്ന സാഹചര്യം കേരളത്തിൽ അങ്ങനെ ഇല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ? ഒന്ന്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലോ അവർ വാദമായി ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അഭിലാഷ് നോക്കൂ. The educational institution is dedicated to imparting a robust education grounded in religious and moral principles. Nonetheless, admission is inclusive, welcoming individuals without any discrimination based on religion, race, caste and creed. രണ്ട് കുഴപ്പം ഇതിനകത്തുണ്ട്. ഒന്ന്, മതാത്മകതയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകരുത് എന്ന ദീപികയുടെ വാദം അപ്രസക്തമാണ്. ഇതൊരു ന്യൂനപക്ഷ സ്ഥാപനമാണ്. അവർക്ക് മതവിശ്വാസം പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത്തരം സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഷൈജു ആന്റണി സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൾട്രാ സെക്കുലറായ വാദങ്ങൾ വിചിത്രമായ രീതിയിൽ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് മതാത്മകമായ ചിഹ്നങ്ങൾ സ്കൂളിൽ പാടില്ലല്ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ പോലെ വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഹിജാബ് എല്ലാവരും മതവിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് വരിക എന്നുള്ളതല്ല. അപ്പോഴല്ല ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാവുന്നത്. ഇൻക്ലൂസിവിറ്റിയാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ മതേതരത്വം മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഡിസ്ക്രിമിനേഷൻ. വിശ്വാസപരമായ വിവേചനം ഇല്ലാതാവണമെങ്കിൽ ആളുകളെ, വിശ്വാസങ്ങളെ, സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു കഷ്ണം തുണി തലയിൽ അവളുടെ വിശ്വാസപ്രകാരം അവരുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തലയിലിട്ട് വരുന്നത് ഇവിടെ ഒരു സമൂഹത്തിൻ്റെയും വിശ്വാസങ്ങളെയോ വിശാല താല്പര്യങ്ങളെയോ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ താല്പര്യങ്ങളെയോ അവരുടെ സ്ഥാപനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയോ ഭരണഘടനാ അവകാശങ്ങളെയോ ഒന്നും നിഷേധിക്കുന്നില്ല. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29 ഉണ്ട്. ആർട്ടിക്കിൾ 25 മാത്രമല്ല, 19(1)A ഉണ്ട്. പട്ടാള ചിട്ടയെ പോലെയാണ് കുട്ടികളെ സ്കൂളിലെ യൂണിഫോം നടപ്പാക്കേണ്ടത്. അവരുടെ മതവിശ്വാസങ്ങൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ന്യൂട്രൽ, ഫേഷ്യലി ന്യൂട്രൽ
നമ്മൾ കണ്ടാൽ ന്യൂട്രൽ ആണെന്ന് തോന്നും. പക്ഷേ ഡീപ്പ് റൂട്ടഡ്ലി ഇസ്ലാമോഫോബിക്, ഡീപ്പ് റൂട്ടഡ്ലി മതവിരുദ്ധം, മുസ്ലിം വിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഫേഷ്യലി ന്യൂട്രൽ ആയിക്കൊണ്ടല്ല ഒരു സെക്യുലർ സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിക്കുന്നത്. എനിക്ക് ആ സ്കൂളിനെ കുറിച്ച് തർക്കിക്കാൻ ഞാനില്ല. ഇത് പക്ഷേ ഈ സംവാദം കൂടുതൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആ കുട്ടി ഞാൻ ഒറ്റ വരി, ആ കുട്ടി സൈലന്റ് ആയി എന്ന്. ആ കുട്ടി ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുകയും വലിയൊരു പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ അവർ സൈലന്റ് ആവുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഗുണകരമാണോ? ഈ സമുദായം, മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസ്ലിം സമുദായ സംഘടനകൾ മുഴുവൻ സൈലന്റ് ആവുകയോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഷിയാസിന്റെ ഒക്കെ കൂടെ തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പോലും പങ്കെടുത്തു ഈ ചർച്ചകളിലൊക്കെ എന്നാണ്. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു സമുദായം അവരുടെ അവകാശങ്ങൾ നിശബ്ദമായി സഹിക്കുന്നത്, ഹിജാബ് ധരിച്ചു വരാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി, അങ്ങനെ ആഗ്രഹിച്ച ഒരു രക്ഷിതാവ് ഇനി അത് വേണ്ടതില്ല എന്ന് വെക്കുന്നത് യഥാർത്ഥത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ, പ്രശ്നം പരിഹരിക്കപ്പെട്ടതിൽ ആശ്വാസം കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ മതേതര സമൂഹത്തിന് ഗുണകരമാണോ? അങ്ങനെയാണോ ഉൾക്കൊള്ളലിന്റെ മതേതരത്വത്തെ, ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയത്തെ, ഉൾക്കൊള്ളലിന്റെ സാമൂഹിക സഹവർത്തിത്വത്തെക്കുറിച്ച്, ഫ്രട്ടേണിറ്റിയെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്ന് ക്രിസ്ത്യൻ സമൂഹത്തോട്, ആ മാനേജ്മെന്റിനോട്, ഷൈജു ആന്റണിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷിഷോൺ ഫോണിലുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഷൈജു ആന്റണി, നേരത്തെ അമീൻ ഹസൻ പറഞ്ഞ് അവസാനിപ്പിച്ച അതേ കാര്യം, കർണാടക ഹിജാബ് കേസിൽ ജസ്റ്റിസ് സുധാംശു ധൂലിയ അദ്ദേഹത്തിന്റെ സ്പ്ലിറ്റ് വേർഡിക്റ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ അംഗീകരിക്കലാണ് എന്നുള്ളതാണത്. അദ്ദേഹം ഒറ്റ കാര്യം കൂടി അതിന് ശേഷം പറയുന്നുണ്ട്. ഒരു കുട്ടിയോട് സ്കൂളിന്റെ ഗേറ്റിൽ എത്തുമ്പോൾ ആ കുട്ടിയുടെ തല മറയ്ക്കുന്ന ഹിജാബ് മാറ്റണം എന്ന് പറയുന്നത്, ഒന്ന്, അവളുടെ സ്വകാര്യതയ്ക്ക് മുകളിലുള്ള കടന്നുകയറ്റമാണ്. 2, ഡിഗ്നിറ്റി, അന്തസ് നിഷേധിക്കലാണ്. 3, മതേതര വിദ്യാഭ്യാസം നിഷേധിക്കലാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ വിശ്വാസം, എനിക്ക് തലമറച്ചേ പുറത്തിറങ്ങാവൂ എന്നുള്ളതാണ് എങ്കിൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ഇവിടെ നിഷേധിക്കപ്പെട്ടു എന്നല്ല, നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ അനീതിയല്ലേ? അഭിലാഷ്, ഈ കർണാടകത്തിലെ വിഷയവും ഈ പള്ളുരുത്തിയിലെ വിഷയവും രണ്ടും ഒരേ തരത്തിലുള്ള വിഷയമല്ല. അത് അഭിലാഷിനും നന്നായിട്ടറിയാം, ഈ പാനലിലിരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ടറിയാം, വളരെ വ്യക്തമാണ്. 2 വിഷയം ഒരേ തരത്തിലുള്ള വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം, ഒരു കുട്ടി ഒരു സ്കൂളിൽ ചേരുമ്പോൾ ആ സ്കൂളിനകത്ത് ഇതാണ് യൂണിഫോം കോഡെന്നും, ആ യൂണിഫോം കോഡിലെ പാൻസ് എങ്ങനെയാണ്, ഷർട്ട് എങ്ങനെ ധരിക്കണം എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നും, ഈ യൂണിഫോം കോഡ് ധരിച്ചു വരാത്ത കുട്ടികൾക്ക് ബർത്ത്ഡേയിൽ ഒഴിച്ച് മറ്റു ദിവസങ്ങളിൽ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കില്ല എന്നും വളരെ കൃത്യമായി എഴുതിയ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അംഗീകരിച്ചുകൊണ്ട് ആ സ്കൂളിൽ കയറിയ ഒരു കുട്ടി, ആ കുട്ടി പിന്നീട് ഒരിക്കൽ വന്നിട്ട് പറയാണ് ഈ കോഡ് ഓഫ് കണ്ടക്ട് മാറ്റണം. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അതെങ്ങനെയാണ് സാധിക്കുക? ഞാൻ പറയുന്നത് അങ്ങനത്തെ കോഡ് ഓഫ് കണ്ടക്ട് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടെന്നേ. ഞാൻ പറയുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്ന, ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട്. അതിനെ മതേതരത്വമല്ല എന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നതേ തെറ്റാണ്. അഡ്വക്കേറ്റ് അമീൻ പറയുന്നത് കേട്ടോ, ആർട്ടിക്കിൾ 25 ഉണ്ട്, ആർട്ടിക്കിൾ 29 ഉണ്ട്, ആർട്ടിക്കിൾ 19(1)(a) ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടോ. അതിനകത്ത് എല്ലാത്തിനകത്തും ഈ സ്കൂളുകളിൽ ഹിജാബ് ധരിച്ച് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് പോലെയാണ് അദ്ദേഹം പറയുന്നത് കോടതികളിൽ നടന്ന വാദമുഖങ്ങളെയാണ്, കോടതികളുടെ ജഡ്ജ്മെന്റ്സിനെ അല്ല. ഞാൻ പറയുന്നത് കോടതികളിൽ നിരവധി വാദമുഖങ്ങൾ ഉണ്ടാകാം. ഒരു കാരണവശാലും മൗലികാവകാശമാണ് ഇത്. എന്താണ്? ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് മാറ്റി എന്നെ അവിടെ പഠിപ്പിക്കണമെന്നുള്ളത് മൗലികാവകാശമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതെങ്ങനെ സാധിക്കുമെന്നേ ഞാൻ പറഞ്ഞത്. അതേപോലെ അത് മൗലിക അവകാശമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതെല്ലാം പെർമിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ സ്ഥാപനങ്ങൾ വേറെയുണ്ട്, അവിടെ വരാം. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കിത് ബാധകമല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ കോഡ് ഓഫ് കണ്ടക്ട് മാറ്റണം എന്ന് പുറമേ നിന്ന് ഒരു സമൂഹം ആളുകൾ നിർബന്ധിക്കുകയാണ്. ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. ചർച്ച ചെയ്തല്ലോ. ശരി, അല്ല അത് നമ്മൾ അഡ്രസ് ചെയ്തല്ലോ. ശ്രീ ഷോൺ ഇപ്പോൾ ഈ വിഷയം ശ്രീ ഷോൺ ഇവിടെ ഇപ്പോ ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ആയതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിശദീകരിച്ചതോടുകൂടി ആ കാര്യത്തിൽ ഒരു ഫൈനാലിറ്റി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അത് കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും? ഒറ്റ കാര്യം, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ്.
കൃത്യമായി വളരെയേറെ SDPI ശക്തിയുള്ള ഒരു പ്രദേശത്ത് അതിന്റെ നടുക്കിരിക്കുന്ന ഒരു സ്കൂളിൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം SDPI ആവശ്യപ്പെട്ട എന്താണ്, ഇത് സർക്കുലർ ആക്കണം, അത് സ്റ്റേറ്റ് മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മതേതരത്വത്തിന്റെ പേര് മതേതരത്വം എന്നല്ല, അതിന്റെ പേര് അൽ മതേതരത്വം എന്നാണ്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ പരമാധികാരം പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ അവർ പറയുന്ന മതേതരമാണ് ഈ മതേതരത്വം. കേരളത്തിൽ ഇപ്പോൾ SDPI എന്ന് പറയുന്നത് ഒരു MLA പോലും ഇല്ലാത്ത ഒരു സംഘടനയല്ലേ? അല്ലെ SDPI പറയുന്നത് അനുസരിച്ചാണ് ഇവിടുത്തെ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്. MLA ഒരു ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന സംഘടനയായി അവർ മാറിക്കഴിഞ്ഞു. എന്തിനാണ് അവർക്ക് MLA? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവൊക്കെ അവർ പറയുന്നത് അപ്പുറത്തോട്ട് പോകില്ല. വഖഫ് വിഷയത്തിൽ ഇന്നലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായിട്ട് പോലും ആ പാവപ്പെട്ട മുനമ്പൻകാർക്ക് എന്തുകൊണ്ട് നീതി കൊടുക്കുന്നില്ല? ഇവരെ പേടിച്ചിട്ട്. എന്തുകൊണ്ടാ? എന്തിന് കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു? അത് ലൗകികമെന്ന് മതപരിവർത്തനത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യ കുറിപ്പ് ഈ മറുപടി പറഞ്ഞു. ഇനി സമയമില്ല. കാരണമല്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ജിഹാദ് കാരണമല്ല. വർഗീയത പറയാൻ ചർച്ചയുടെ അവസാനത്തിൽ വേറെ വിഷയങ്ങളാണ്. ഇതിപ്പോ സൗഹാർദ്ദപരമായി പരിഹരിക്കുക, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഗുണകരമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. ഷൈജു ആന്റണി എന്തെങ്കിലും രാജു പേരെങ്കിലും പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. ഷോൺ ജോർജ് ഇപ്പൊ പറഞ്ഞതാണ് RSSന്റെ അജണ്ട. അല്ലല്ല, ശ്രീ ഷോൺ ജോർജ് ഇപ്പോഴും ഇങ്ങനത്തെ ഈ പേടിയിൽ നടക്കരുത്. നിങ്ങൾ മുനമ്പൊക്കെ പറഞ്ഞല്ലോ, മുനമ്പം നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് കരവടയ്ക്കാന്ന് പറഞ്ഞല്ലേ? എന്താ ഇപ്പോഴും പറ്റിയിട്ടില്ലല്ലോ? അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമായിരുന്നു, ഒരു തർക്കവുമില്ല. അതിനകത്ത് കോടതി അതിന്റെ പല്ലുകൾ ഓടിച്ചു പറഞ്ഞു. പക്ഷെ എന്നാലും ഉണ്ട്, നിങ്ങൾ പറഞ്ഞ ആവശ്യമായിട്ട് ഈ കോളങ്ങൾ അൽമതേതരത്വം നിങ്ങളുടെ ഹിന്ദുത്വ പ്രചരണമാണ് പ്രശ്നം, ഹിന്ദുത്വ വർഗീയതാണ് പ്രശ്നം. ആ ഹിന്ദുത്വ വർഗീയത ഷോൺ ജോർജ് പോലെ ഏറ്റവും ക്രൂരമായ മുഖത്ത് കേരളത്തിൽ നടക്കുകയാണ്. പോലെ ഹിന്ദുത്വ വർഗീയ ശരി, ഒരു വർഗീയതയും ആവശ്യമില്ല. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ്. രാമനും തോമസും അബ്ദുള്ളയൊക്കെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചാണ് ഈ കേരളം ഇങ്ങനെ കേരളമായത്. ഈ കേരളം ഇങ്ങനെ തന്നെ തുടരണം. അത് ഏതെങ്കിലുമൊക്കെ ഗെറ്റോകളിലേക്ക് തളയ്ക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഓരോ മതക്കാർ അവരവരുടെ സ്ഥാപനത്തിൽ അവരവരുടെ സൗകര്യമനുസരിച്ച് പഠിക്കട്ടെ എന്നുള്ളതല്ല നമ്മൾ ഇത്രയും കാലം കണ്ടുവന്ന നമ്മുടെ കേരളീയ സാമൂഹികത എന്ന പോയിന്റിൽ അവസാനിപ്പിക്കാൻ വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.